ഹലോ. ഇത് നമ്മുടെ തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലുള്ള മാസ് കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇന്ന് നമ്മളോട് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ട്രഡീഷണൽ ഹിന്ദു വെഡ്ഡിങ് തീമിലാണ് നമ്മൾ ഇന്നത്തെ ഇവൻ്റ് എല്ലാം ചെയ്തേക്കുന്നത്. കയറി വരുമ്പോൾ എൻട്രൻസിൻ്റെ അവിടെയുള്ള ഒരു ഗണപതിയുടെ നല്ലൊരു കൊച്ചു വിഗ്രഹവും അതിനോട് ചേർന്നുള്ള ചെറിയൊരു ഫോട്ടോ ബൂത്ത് പോലത്തെ ചെറിയൊരു ഡെക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിറർ ഗ്ലാസ് നമുക്ക് സെൽഫി എടുക്കാൻ പാകത്തിലുള്ള ഒരു മിറർ ഗ്ലാസിൻ്റെ ഒരു പാറ്റേണിലാണ് നമ്മൾ നെയിം ബോർഡും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതാണ് നമ്മളെപ്പോഴും ഒരു ട്രഡീഷണലാണ്. അത് ക്രിസ്ത്യൻ വെഡ്ഡിങ്, മുസ്ലിം വെഡ്ഡിങ് എല്ലാത്തിനേലും വിട്ട് ബാക്കി എല്ലാതും ഒരു സെയിം പാറ്റേണിലാണ് ഡെക്കറേഷൻ പോകുക. ഹിന്ദു വെഡ്ഡിങ് മാത്രമാണ് വേറൊരു ട്രഡീഷണൽ ഒരു ടൈപ്പിൽ പോകുന്ന ഒരു ഡെക്കറേഷൻ. ആദ്യമേ തന്നെ പറന്നിറക്കുന്ന ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടെ താലം അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടിയിട്ട് ചെറുക്കനെ സ്വീകരിക്കാൻ പോകലാണ് ആദ്യത്തെ ചടങ്ങ്. വെള്ളമുണ്ടും കുർത്തേക്കിട്ട് നമ്മുടെ ചെക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് ആദ്യം ചെറുക്കൻ്റെ കാല് കഴുകി ചെറുക്കനെ സ്വീകരിച്ച് മാലയിട്ട് ചെറുക്കനെ വേദിയിലോട്ട് ഫസ്റ്റ് തന്നെ കൊണ്ടുവരാണ് നമ്മളവിടെ ചെയ്യുക. അതിൽ ചെറുക്കനെ സ്വീകരിച്ച് മാലയിട്ട് നേരെ ചെറുക്കൻ സ്റ്റേജിലോട്ട് ഒരു ഓലക്കൊടിയൊക്കെ ചൂടി നല്ല അടിപൊളിയായിട്ട് മാവിലേക്ക് വരുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ചെറുക്കൻ സ്റ്റേജിലേക്ക് വന്നു. പിന്നെ നമ്മുടെ പെൺകുട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു താലം, പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു താലമുണ്ട്. ആ താലത്തിൽ അതേപോലെ തന്നെ താലപ്പൊലിമയുടെ അകമ്പടിയോടുകൂടെ പെൺകുട്ടി നേരെ സ്റ്റേജിലോട്ട് പിന്നെ ആഗമനം ചെയ്യാണ് പെൺകുട്ടിയും കൂടിയിട്ട്. അച്ഛനില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ ഓർമ്മയിൽ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് പരസ്പരം അവരെ കൈപ്പിടിച്ച് അവരെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ സിന്ദൂരം ചാർത്തലും പിന്നെ അവിടെ നിന്ന് താലിയിടലും ചടങ്ങുകളായിട്ട് നമ്മൾ ആ ചടങ്ങും പിന്നെ അതിനുശേഷം വലം വയ്ക്കുന്ന ചടങ്ങാണ്. നമ്മളതിന് ചുറ്റും 3 വട്ടം വലം വയ്ക്കുന്ന ആ ഒരു ചടങ്ങോട് കൂടിയിട്ട് ചടങ്ങുകളെല്ലാതും അവസാനിക്കുകയാണ്. പിന്നീട് എല്ലാ ചടങ്ങുകൾക്ക് ശേഷം അവർ മുതിർന്നവരിൽ നിന്നും കാരണവന്മാരിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ച് അവരുടെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ആ പുതിയ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ അവർക്കൊപ്പം ആയിരിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അവരെ ആശീർവദിക്കാം, അവരെ വിഷ് ചെയ്യാം.